ഭംഗിയുള്ള ഒരു പൂവിനെ പറിച്ചെടുത്ത് കണ്ടുകൊണ്ടിരിക്കുക എന്നത് തന്നെ ആനന്ദം നൽകുന്ന കാര്യമാണ്. വീടിൻ്റെ മുറ്റത്തെ പൂ പറിക്കുമ്പോൾ അമ്മയും അമ്മൂമ്മയും ഒക്കെ ചീത്ത പറയുമായിരുന്നുവെങ്കിലും മുഴുവനായി വിരിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന പൂവിനെ കൈ കിട്ടുമ്പോൾ മനസ്സിന് വല്ലാത്തൊരാനന്ദമായിരുന്നു. ചിലപ്പോൾ ആ ആനന്ദം കുറച്ചു സമയത്തേക്ക് മാത്രമായിരിക്കാം, എന്നാലും അതൊരാനന്ദം തന്നെയായിരുന്നു. എന്നാൽ ഓണത്തിന് പൂ പറിക്കാൻ പോകുമ്പോൾ കിട്ടുന്നത് ആ ആനന്ദമല്ല. പൂക്കൾ ഒരുക്കാൻ വേണ്ടി പൂ തേടി പോകുന്നതും പൂ പറിക്കുന്നതുമൊക്കെ മറ്റൊരു മാനസികമായ വികാരത്തോടെയായിരിക്കും. എത്ര ഭംഗിയുള്ള പൂവാണെങ്കിലും നമ്മളത് ചെടിയിൽ നിന്നും പറിച്ചെടുക്കുന്നത് തൃക്കാക്കരയപ്പന് പൂക്കളം ഒരുക്കാനാണ് എന്ന ഉദ്ദേശത്തോടെ ആയതുകൊണ്ടാകാം പൂവിനെ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയെ ആസ്വദിക്കുക മറ്റൊരു തലത്തിലാണ്. ഇനി താത്വികമായി പറയാൻ ശ്രമിച്ചാൽ ഒന്ന് ലൗകികവും മറ്റൊന്ന് ആധ്യാത്മികവുമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എത്ര തരം പൂക്കളാണ് നമുക്ക് ചുറ്റും. തുമ്പപ്പൂ, മുക്കുറ്റിപ്പൂ, കാക്കപ്പൂ, അരിപ്പൂ, വരിപ്പൂ, തെച്ചിപ്പൂ, ശംഖുപുഷ്പം, ചെണ്ടുമല്ലി, വാടാമല്ലി, ചെമ്പരത്തി, കൃഷ്ണമുടി, അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ നിറയെ പൂക്കളായിരുന്നു. ഇതിൽ ഏത് പൂവാണ് നിനക്കിഷ്ടം എന്നാരെങ്കിലും ചോദിച്ചാൽ ഏത് പൂവാണ് ഇഷ്ടമില്ലാത്തത് എന്ന് തിരിച്ചു ചോദിക്കും ഞാൻ. അത്രമേൽ ഈ പൂക്കളെയൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും. അത്തപ്പൂക്കളം തുടങ്ങുന്നത് തന്നെ തുമ്പയുമായിട്ടാണ്. തികച്ചും വ്യത്യസ്തമായൊരു പുഷ്പം. കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യമായിരുന്നു, എന്തിനാണ് ഇത്ര ചെറിയ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ തുമ്പപ്പൂവിനെ തന്നെ പൂക്കളത്തിലേക്ക്, അതും ഒന്നാമനായിട്ട് തന്നെ പഴമക്കാർ തിരഞ്ഞെടുത്തത് എന്ന്. വേറെ ഏതെങ്കിലും വെളുത്ത പൂവ് എടുത്താൽ പോരായിരുന്നു. ഇതിലും ഭംഗിയുള്ള, ഇതിലും വലിപ്പമുള്ള ഒരുപാട് പൂക്കൾ നമുക്ക് ചുറ്റും ഉണ്ട്. എന്നിട്ടും തുമ്പപ്പൂവിനെ തന്നെ തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കും കാരണം? കൊള്ളാലോ ചിന്ത. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തോന്നും, ഈ കളി ഒരു വെറും കളിയല്ല. ഇതിലൊക്കെ പഴമക്കാർ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടാകും. ഒരു പൂ പറിക്കുന്നതിലൂടെയും നമ്മളെ എന്തൊക്കെയോ മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിരിക്കണം. തുമ്പപ്പൂ ശേഖരിക്കാൻ ആദ്യം വേണ്ടത് ക്ഷമയാണ്. 100 തുമ്പപ്പൂവിനേക്കാൾ ഭംഗിയിലും വലുപ്പത്തിലും 1-2 വെള്ള ചെണ്ടുമല്ലി കൊണ്ട് പൂക്കളം നിറയ്ക്കാം. എന്നിട്ടും ഇത്രയും കഷ്ടപ്പെട്ട് തുമ്പപ്പൂവിനെ തന്നെ ഒന്നാമനാക്കിയത് കുട്ടികളിൽ ക്ഷമയും വിനയവും പ്രകൃതിയെ തൊട്ടറിയാനുമൊക്കെ ആയിരിക്കാമെന്നല്ല, ആണ് എന്ന് തന്നെ പറയണം. അതാണ് നമ്മുടെയൊക്കെ അനുഭവവും. തുമ്പച്ചെടിക്ക് വളരെ ഔഷധ ഗുണമുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തുമ്പപ്പൂവിൻ്റെ സമൂലം ഔഷധമാണ് എന്നും കേട്ടിട്ടുണ്ട്. ഇലയുടെയും പൂവിൻ്റെ നീര് കുട്ടികളിലുണ്ടാകുന്ന ചുമ, പനി തുടങ്ങിയവയ്ക്ക് നല്ലതാണ്, കഫക്കെട്ടില്ലാതാക്കും, ചർമ്മരോഗത്തിന് നല്ലതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അതും ഒരു കാരണമായിരിക്കാം. പഴമക്കാരെ സംബന്ധിച്ച് എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ആരാധനയായാലും ആഘോഷമായാലും ഭക്ഷണമായാലും എല്ലാം പ്രകൃതിയുമായി ചേർന്നുള്ളതായിരുന്നു. തുമ്പപ്പൂ അവിടെ നിൽക്കട്ടെ, അടുത്തയാളെക്കുറിച്ച് പറയുമ്പോൾ അതിലും കേമമാണ് കാര്യം. മുക്കുറ്റി, നമ്മുടെ തെങ്ങിൻ്റെ ഒരു കുഞ്ഞു രൂപം. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും സ്വാധീനിച്ച ചെടി ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉത്തരം മുക്കുറ്റി എന്നാകും. തുമ്പയേക്കാൾ ചെറിയ പൂവാണ് മുക്കുറ്റിയുടേത്. പറിച്ചെടുക്കാൻ തുമ്പയേക്കാൾ വിഷമവും വളരെ സ്നേഹത്തോടെ മൃദുവായി ക്ഷമയോടെ മാത്രം പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അത്ഭുത കാട്ടുചെടി. മഞ്ഞ നിറമുള്ള വലിയ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ തൊടിയിൽ നിന്നും ഇത്ര കഷ്ടപ്പെട്ട് മുക്കുറ്റിയെ തന്നെ പറിച്ചെടുക്കണം എന്ന് മുത്തശ്ശിമാർ പറഞ്ഞപ്പോൾ അന്നത്തെ ജൻസികൾ അതിന് തയ്യാറായി എന്നതായിരിക്കും ഇന്നത്തെയും അന്നത്തെയും ഓണം തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരം. ശരിക്കും ഒരു കുഞ്ഞൻ തെങ്ങ്, തെങ്ങിൻ്റെ ഓലയ്ക്ക് സാദൃശ്യമുള്ള ഇലകൾ, തേങ്ങയെപ്പോലെ തോന്നിക്കുന്ന മുട്ടുകൾ, അതിൽ ഇന്നത്തെ ഉച്ചഭാഷിണി കോളാമ്പിയുടെ രൂപത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള കുഞ്ഞു സുന്ദരൻ പൂക്കൾ. ഒറ്റ നോട്ടത്തിൽ ഒരു ഭംഗിയും തോന്നാത്ത ഒരു ചെടി, എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിസുന്ദരി. ഇത്തിരി പോന്ന മുക്കുറ്റിച്ചെടിയെ വർണ്ണിക്കാത്ത കവികളുണ്ടാവില്ല. വാഴയില കൊണ്ട് കുമ്പിളുണ്ടാക്കി അതിൽ നിറയെ മുക്കുറ്റി പറിച്ചെടുക്കാൻ അന്നത്തെ കുട്ടികൾ കാണിച്ച ക്ഷമ അത്ഭുതം തന്നെയാണ്. 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു റീൽ കാണാൻ ക്ഷമയില്ലാത്ത ഇന്നത്തെ സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിലും മേലെയാണ് അന്നത്തെ ജനതയുടെ ക്ഷമ. ഔഷധ ഗുണത്തിലും പാരമ്പര്യത്തിലും തുമ്പയേക്കാൾ ഒരുപാട് മേലെയാണ് മുക്കുറ്റിക്ക് സ്ഥാനം. വിശേഷപ്പെട്ട പൂജകളിൽ മുക്കുറ്റിക്ക് സ്ഥാനമുണ്ട്. ഔഷധ ഗുണത്തിൽ ശ്വാസകോശ അർബുദ രോഗം പോലെയുള്ള മഹാരോഗങ്ങൾക്ക് പോലും നിവാരണയാണീ നീളം കുറഞ്ഞ സുന്ദരി. തുമ്പപ്പൂവിനൊപ്പം നമ്മുടെ നന്മ നിറഞ്ഞ ഗ്രാമീണ ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയാണ് മുക്കുറ്റി. വലിയ പൂക്കളുടെ വർണ്ണപ്പകിട്ടോ സുഗന്ധമോ അതിനില്ല. എങ്കിലും ഓണപ്പൂക്കളം, തിരുവാതിര, ദശപുഷ്പം, നാട്ടുവൈദ്യം എന്നിവയിലെല്ലാം മുക്കുറ്റിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഭൂമിദേവി നെറ്റിയിൽ ചാർത്തിയ മഞ്ഞൾ പ്രസാദം എന്ന വിശേഷണമാണ് മുക്കുറ്റിയെക്കുറിച്ച് പറഞ്ഞു കേട്ട വിശേഷണങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത്. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത എന്ന കാവാലം നാരായണ പണിക്കരുടെ വരികൾ കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ കുട്ടിക്കാലത്തേക്ക് പോകും ഉറപ്പ്.
നാട്ടിലെ ചെടികളെയും മലകളെയും പക്ഷികളെയും ഒക്കെ പറ്റി പാടുന്ന ആ പാട്ട് തുടങ്ങാൻ ആദ്യം ഉപയോഗിച്ച വാക്ക് മുക്കുറ്റി എന്നായത് യാദൃശ്ചികമായിരിക്കില്ല. മുക്കുറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ട് മതിയാകുന്നില്ല. മലയാളിയെ സംബന്ധിച്ച് മുക്കുറ്റി ഒരു ഗവേഷണ വിഷയം പോലും ആക്കാം എന്നാ തോന്നുന്നത്. അത്ര വിശേഷങ്ങളുണ്ട് മുക്കുറ്റിക്ക്. കൃഷ്ണമുടി എന്ന് ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പൂ കൊണ്ടുള്ള കിരീടമാണ് എൻ്റെ ഇഷ്ടപ്പെട്ട മറ്റൊരു പൂവ്. പലയിടത്തും അതിനെ ഹനുമാൻ കിരീടം എന്നും പറയാറുണ്ട്. കൃഷ്ണമുടി, ഹനുമാൻ കിരീടം ഇങ്ങനെയുള്ള പേരുകളൊക്കെ നന്നായി ചേരും അതിന്. കാണുമ്പോൾ കിരീടമൊക്കെ പോലെ തോന്നിക്കുന്ന സുന്ദരൻ ഒരു പൂക്കല. വെറും പൂക്കലയല്ല, തലയുയർത്തി നിൽക്കുന്ന പൂക്കല. എന്നാലോ ഒരു പൂക്കലയിൽ തന്നെ മനോഹരങ്ങളായ 100 കണക്കിന് കുഞ്ഞു പൂക്കളും മൊട്ടുകളും. തട്ടുതട്ടായുള്ള മനോഹരമായ രൂപം. ഏറ്റവും താഴെയുള്ള തട്ടിനേക്കാൾ അല്പം വലിപ്പം കുറവായിരിക്കും അതിൻ്റെ മുകളിലുള്ള തട്ട്. അങ്ങനെ താഴെ നിന്ന് മുകളിലെത്തുമ്പോൾ ഒരു ത്രികോണത്തിൻ്റെയൊക്കെ ആകൃതിയിലുള്ള ഒരു അദ്ഭുത രൂപമാണ് കൃഷ്ണമുടി. ഞങ്ങൾ ഇതിൻ്റെ കുഞ്ഞു പൂവും മൊട്ടും വേറെ വേറെയായി നുള്ളിയെടുത്താണ് പൂക്കളത്തിലിടാറ്. കാരണം പൂവിനും മൊട്ടിനും വേറെ വേറെ നിറമാണ്. മൊട്ട് നല്ല ചുവപ്പാണെങ്കിൽ പൂവ് കാവി നിറത്തിലാണ്. ഒരു ചെടിയിൽ ഒരു പൂവ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് ഓർമ്മ. ആ പൂവ് പൂർണ്ണമായി വിടർന്നതിന് ശേഷം ആ പൂവും ആ ചെടിയും ഉണങ്ങിപ്പോകും. ഇനിയുമുണ്ട് അദ്ഭുത പൂക്കളുടെ കഥ പറയാൻ. അങ്ങനെയുള്ള മറ്റൊരാളാണ് അരിപ്പൂവ്. അരിപ്പൂ എന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയുക. മറ്റു നാടുകളിൽ ചിലപ്പോൾ വേറെ പേരായിരിക്കും. അതും അരിയുടെ വലിപ്പം മാത്രമുള്ള ചെറിയ പൂക്കൾ ചേർന്നുള്ള വളരെ ചെറിയൊരു പൂക്കുലയാണ് അരിപ്പൂ. ഇതിൻ്റെയും പൂവിനും മൊട്ടിനും വേറെ വേറെ നിറങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൂവും മൊട്ടും വേറെ വേറെയായി പൂക്കളത്തിൽ ചേർക്കാം. അരിപ്പൂ തന്നെ പല നിറങ്ങളിൽ ഉണ്ട്. നല്ല കാവി നിറത്തിലുള്ള അരിപ്പൂ, പിങ്ക് നിറത്തിലുള്ളത്, മജണ്ടയും മഞ്ഞയും ചേർന്ന പൂവ്, അങ്ങനെ പല തരത്തിലുമുണ്ട്. അരിപ്പൂ പറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുമുണ്ട്. കാരണം ഇവൻ പടർന്ന് പന്തലിച്ച് കുറ്റിക്കാടായാണ് വളരുക. മാത്രമല്ല ചെടിയിൽ മുള്ളുണ്ട് താനും. ഇല ശരീരത്തിൽ തൊട്ടാൽ ചൊറിച്ചിൽ വേറെയും. എന്നാൽ അരിപ്പൂവിൻ്റെ സൗന്ദര്യം ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റി നിർത്തും. അങ്ങനെ എന്തൊക്കെ നിറങ്ങളാണ് പൂക്കളത്തിൽ. പഴുത്ത തെച്ചിക്കായയും പറിച്ചു തിന്ന് വാഴയില കൊണ്ടും വട്ടയില കൊണ്ടും കുമ്പിളുണ്ടാക്കി ഏട്ടന്മാരോടും ചേച്ചിമാരോടും കൂട്ടുകാരോടുമൊക്കെ കൂടെ പൂ പറിക്കാൻ പോവുക എന്നത് തന്നെയാണ് ഓണാഘോഷത്തിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം. നെല്ല് വിളഞ്ഞു നിൽക്കുന്ന വയലിൽ പോയി അതിൽ നിന്ന് വരിക്കതിർ പറിച്ചെടുത്താണ് പൂക്കളത്തിലെ പച്ചനിറമുണ്ടാക്കുക. ശീബോദിക്കൈ പോലെയുള്ള വേറെയും കാട്ടുചെടികൾ പൂക്കളത്തിൻ്റെ ഭംഗി കൂട്ടും. അങ്ങനെ ഓരോ ദിവസവും ഓരോ പൂവ് കൂടുതലായി ഉത്രാടമാകുമ്പോഴേക്കും ചുരുങ്ങിയത് 9 പൂക്കൾ കൊണ്ടുള്ള മനോഹരമായ പൂക്കളമുണ്ടാകും. തിരുവോണ ദിവസം ഞങ്ങളുടെ നാട്ടിൽ പൂവിടാറില്ല. ഉത്രാടത്തിലെ പൂക്കളത്തിൻ്റെ മേലെ തുമ്പത്തട്ടും പിന്നെ ഇലകൾ പൊടിച്ചും ഉമിക്കരി പൊടിച്ചും മഞ്ഞളും അരിപ്പൊടിയുമൊക്കെയുമുള്ള മറ്റു പൊടികളുമൊക്കെ ചേർത്ത ചെറിയ രൂപങ്ങളെയാണ് വരയ്ക്കുക. ഒരു തരം കളമെഴുത്ത് തന്നെ. പൂരാടത്തിൻ്റെ അന്നാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുക. ചുവന്ന ചെമ്പരത്തിപ്പൂവ് ഈർക്കിളിൽ കോർത്ത് തൃക്കാക്കരയപ്പനെ കൂടെ ചൂടിക്കും. കോടിമുണ്ടിൽ നിന്നും നൂല് വലിച്ചെടുത്ത് കോടി ഉടുപ്പിക്കും. സത്യത്തിൽ തൃക്കാക്കരയപ്പനെ അലങ്കരിച്ച് പൂജിക്കുന്നതാണ് നമ്മളിടുന്ന പൂക്കളം. മുൻകാലങ്ങളിൽ ശ്രീചക്രം പോലെ ത്രികോണങ്ങളുടെ കൂട്ടായിരുന്നു പൂക്കളവും. അതിൻ്റെ ബിന്ദുവിൽ തൃക്കാക്കരയപ്പനും എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും ദേവനെയുണ്ടാക്കി സ്വയം പൂജ ചെയ്യുന്നു. അതിൻ്റെ സന്തോഷത്തിന് സദ്യയും കോടിയും അങ്ങനെ മറ്റു പല സന്തോഷങ്ങളും. പിറ്റേന്നത്തേക്കുള്ള പൂ പറിച്ച് തിരിച്ചെത്തിയിട്ട് വേണം അന്നിട്ട പൂക്കളം വാരി നിലം വൃത്തിയാക്കി പൂക്കൾ കൊണ്ടുപോയി ഒഴുക്കാൻ. പൂക്കളത്തിലെ പൂവ് കൈകൊണ്ട് വാരി ഇലയിലാക്കി തലയിൽ വെച്ച് പൂവേ പൊലി പൂവേ എന്നും പറഞ്ഞുകൊണ്ട് തോട്ടിലെ ഒഴുക്കുവെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കും. തിരുവോണം ഒഴിച്ച് മറ്റെല്ലാ ദിവസവും അതൊരു രസമുള്ള കാര്യമായിരുന്നു. എങ്കിൽ തിരുവോണ ദിവസത്തെ പൂവിനെ ഒഴുക്കുമ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം തോന്നും. കാരണം ഇനിയൊരു പൂക്കളം ഇടാൻ ഒരു വർഷം കാത്തു നിൽക്കണം. ഒരുപാട് സന്തോഷങ്ങളുടെയും വിരിഞ്ഞു നിന്ന പൂക്കളുടെയും ഉത്സവം അതോടെ തീരുകയായി. സങ്കല്പം ചെയ്ത തൃക്കാക്കരയപ്പനെയും അവസാന ദിവസം പൂക്കളോടൊപ്പം വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ പൂജയിലൂടെ ആ രൂപത്തിൽ ചൈതന്യമുണ്ടാകും. അതുകൊണ്ട് അതിനെ വെറുതെ മണ്ണിലിട്ട് അശുദ്ധമാക്കാൻ പാടില്ല. പണ്ട് കാലത്ത് സദ്യക്കുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾ മുൻപേ തുടങ്ങും. ശർക്കര വരട്ടിയും കായ വറുത്തതും ഉണ്ടാക്കണം, പുളിയിഞ്ചി ഉണ്ടാക്കണം, അച്ചാർ ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഓണത്തിൻ്റെയും കുറേ മുന്നേ തന്നെ തിന്നാൻ പാകത്തിൽ വീട്ടിലെ ഭരണികളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. ഓണം എന്ന ഒരു ആഘോഷത്തിന് വേണ്ട തയ്യാറെടുപ്പുകളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയേറെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം എത്തുന്ന ഓണത്തിൻ്റെ സന്തോഷം അതിമനോഹരമായിരിക്കും. ഇന്നതൊന്നുമില്ല. അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ല. രാവിലെ വിളിച്ചു പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും സദ്യ വീട്ടിലെത്തും. വൃത്തി, ശുദ്ധി തുടങ്ങിയ വാക്കുകളൊക്കെ എന്നേ കാലത്തോടൊപ്പം നമ്മൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് തെറ്റാതെ മലയാളം പറയാൻ അറിയുന്ന മലയാളം ടീച്ചർമാർ പോലും വിരളമാണ്. നല്ല മലയാളം
പാഠപുസ്തകത്തിൽ നിന്നും മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓണത്തിനെങ്കിലും കഷ്ടപ്പെട്ട് മുണ്ടുടുത്ത് നേരിതുടുത്ത് നടക്കുന്ന പലർക്കും ഇന്ന് നല്ല മലയാളം പറയാൻ അറിയുകയില്ല തന്നെ. മതപണ്ഡിതന്മാരും മാധ്യമപ്രവർത്തകരുമൊക്കെ മലയാളത്തെ വികൃതമായി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട്. ഇന്നത്തെ സമൂഹം മറന്ന ഒരുപാട് വാക്കുകളുണ്ട്. ക്ഷമ, ശുദ്ധി, വൃത്തി, ലജ്ജ, അങ്ങനെയുള്ള മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഉത്സവമാണ് ഓണം. ഉത്സവമായിരുന്നു ഓണം. ഇന്ന് ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മുണ്ടുടുത്ത്, സാരിയുടുത്ത്, പൂവിട്ട്, ഓണസദ്യ വാങ്ങിച്ച് എല്ലാം ഇൻസ്റ്റൻ്റായി മാറിക്കഴിഞ്ഞു. ഓണം ആഘോഷിക്കുന്നത് പോലെ അഭിനയിച്ച് ഫോട്ടോ എടുത്ത് ഞാനിതാ ഏറ്റവും ഗംഭീരമായി ഓണം ആഘോഷിച്ചേ എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ സ്റ്റാറ്റസും പോസ്റ്റും ഇടുന്ന പരിപാടിക്കാണ് ഇന്ന് ഏറ്റവും പ്രാധാന്യം. കാലത്തിനൊത്ത് മാറുക തന്നെ വേണം. എന്നാൽ ആധുനികത നമ്മുടെ ജീവിതത്തിൽ നിന്ന് നന്മയെ തന്നെ ഇല്ലാണ്ടാക്കുന്നു എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഇന്നത്തെ പൂക്കളങ്ങളിൽ തൃക്കാക്കരയപ്പനില്ല. ഓണപ്പൂക്കളങ്ങളിൽ നിന്നും മനഃപൂർവ്വം തൃക്കാക്കരയപ്പനെ എടുത്തു മാറ്റിക്കഴിഞ്ഞു. പ്രതിഷ്ഠയില്ലാത്ത ശ്രീകോവിൽ പോലെയാണ് തൃക്കാക്കരപ്പനില്ലാത്ത പൂക്കളമെന്ന് നമ്മളെല്ലാവരും ഓർമ്മയിൽ വയ്ക്കണം. ഒരിക്കൽ ഞാൻ കുട്ടികളോട് കൃഷ്ണനെ യശോദാമ ഉരലിൽ കെട്ടിയ കഥ പറയുമ്പോൾ ഉരൽ എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെട്ടിരുന്നു. കാരണം ഉരൽ എന്ന വസ്തു ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്തൊരു ഉപകരണമാണ്. അതുപോലെ തന്നെ കൂട്ടുകാരോടൊത്തുപോയി പൂ പറിക്കുക എന്നതൊക്കെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ചിന്തയിൽ പോലും കാണാൻ പറ്റാത്ത വസ്തുക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൂട്ടുകാരോടൊത്ത് പൂ പറിച്ചു കൊണ്ടുവന്ന് പൂവിടുന്ന കാലമൊക്കെ എങ്ങോ മറഞ്ഞു പോയിരിക്കുന്നു. പലർക്കും അതൊക്കെ ഇന്നും സാധിക്കുമെങ്കിലും അതിനെയൊക്കെ പഴഞ്ചൻ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഓണം ആഘോഷിക്കുന്ന ഈ സമൂഹം. ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, പ്രകൃതിയെ അറിയുന്നതിൻ്റെ, പ്രകൃതിയെ സ്നേഹിക്കുന്നതിൻ്റെ, പൂക്കളോടും പക്ഷികളോടും സംസാരിച്ചിരുന്ന കുട്ടികളുടെ നിഷ്കളങ്കതയുടെ കാലമൊക്കെ ഇന്നലെ ഒഴുക്കിയ പൂക്കളോടൊപ്പം ഒഴുകിപ്പോയിരിക്കുന്നു. ഇതൊക്കെ വേണ്ടെന്ന് വെച്ചത് പുതിയ തലമുറയല്ല, ഇതൊക്കെ ആസ്വദിച്ച് വളർന്നവർ തന്നെയാണ്. അവർ അതൊന്നും കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചതേയില്ല. മലയാളവും മലയാളിയും എന്നേ മരിച്ചു പോയിരിക്കുന്നു. മലയാളിയാണെന്ന അഹങ്കാരം മാത്രമാണ് ബാക്കിയായുള്ളത്. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം നഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതൊക്കെ സംരക്ഷിക്കണം. അടുത്ത തലമുറയിലെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. മുത്തശ്ശിമാർ നമ്മളെ വിട്ടുപോയി, എന്നാൽ അവർ കാണിച്ചു തന്ന ജീവിതം, അവർ പറഞ്ഞു തന്ന പൈതൃകം, അവ അടുത്ത തലമുറയുടെയും അവകാശമാണ്. നമ്മളായിട്ട് അതിന് തടയിടരുത്. അവർക്ക് വേണ്ടി നമുക്ക് മുത്തശ്ശനും മുത്തശ്ശിയുമാകാം. നമ്മുടെ മുത്തശ്ശന്മാർ പറഞ്ഞു തന്നത് വീണ്ടും വീണ്ടും ഏറ്റുപറയാം. ഏറ്റവും ചെറിയ തുമ്പപ്പൂ മുതൽ ഏറ്റവും വലിയ താമരപ്പൂവിൽ വരെ ദൈവാംശം ഉണ്ട് എന്ന ഭാരതീയ സങ്കല്പം അവരും അനുഭവിക്കട്ടെ. നമുക്ക് വേണ്ടത് മരുഭൂമിയല്ല, മുക്കുറ്റിയും തിരുതാളിയും പൂവാങ്കുറുന്തലും ഒക്കെയുള്ള ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ എന്ന് ഓരോ ആഘോഷത്തിലൂടെയും നമ്മുടെ അടുത്ത തലമുറ അറിയട്ടെ. അമ്മ തന്നെയാണ് ഈ പ്രകൃതിയെന്നും അമ്മയുടെ ശബ്ദമാണ് നമ്മുടെ മലയാള ഭാഷയെന്നും എല്ലാവരും തിരിച്ചറിയട്ടെ. എല്ലാവർക്കും തിരുവോണാശംസകൾ. എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾ, അറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. പറഞ്ഞു നോക്കുക വെറുതെ നമ്മൾ, എത്ര കിളിയുടെ പാട്ടറിയാം.